ഫ്രണ്ട്സ് ഹായ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കമൻറ്റിൻ്റെ റിപ്ലൈ ആണ്. ആ ഒരു ഡൗട്ട്, അതായത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു അൾട്ടിമേറ്റ് സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞങ്ങൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 പാർട്സായിട്ട്. അതിൽ രണ്ടാമത്തെ പാർട്ട് കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം പാർട്ട് 2 കണ്ടിട്ടുണ്ടായിരുന്ന കുറച്ച് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. അത് ഒന്നാമത്തെ അവരെ പേഴ്സണലായി ചോദിച്ചിരുന്നു, രണ്ടാമത്തത് നമുക്ക് ചാനൽ കമൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇപ്പം ഈ കുട്ടികളുടെ സംശയം പോലെ അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് ഈ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇതേപോലെയാണ് നമുക്ക് റിപ്ലൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ റിപ്ലൈ അനുസരിച്ച് നമുക്ക് പറയാനായിട്ടുള്ള കാരണം, ഇതിൽ നമുക്ക് കമൻസ് വായിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, നമുക്ക് കൂടുതൽ കുട്ടികളും പറയുന്ന ചാപ്റ്റേഴ്സ് ഇനിയും കുറേ പഠിക്കാനുണ്ട് എന്നതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു മന്ത് നമുക്കറിയാം ഭയങ്കര ക്രൂഷ്യലാണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് വെക്കേഷൻ എന്ന് പറയുന്നത് ജനുവരി 4 തീയതി വരെ ഉള്ളൂ. പിന്നീട് അങ്ങോട്ട് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഒരു തുടക്കമാണ്. പിന്നെ ടീച്ചേഴ്സ് അതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുറേ കുട്ടികൾ റീസൺ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യാൻ തന്നെ കുറച്ച് സമയമുണ്ട്. പിന്നെ അത് റിവിഷൻ ചെയ്യാൻ സമയമില്ല. പിന്നീട് പറഞ്ഞ കമൻറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഈ പ്രാക്ടിക്കലിന് പഠിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അതിന് നമ്മൾ കുറച്ച് ടൈം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഒന്ന് മാനേജ് ചെയ്ത് പോകുന്നത് എന്നാണ് കുറേ കുട്ടികൾ നമുക്ക് കമൻറ്റ്സ് അറിയിച്ചത്. അപ്പോൾ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കമൻറ്റ്സും അത് തന്നെ നമ്മൾ ചാനൽ കമൻറ്റുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചില കമൻറ്റ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതിൽ. അപ്പം ഇതനുസരിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, പ്രധാനമായിട്ടുള്ളത് നമ്മൾ ടൈം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമുക്ക് ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടൈം നന്നായിട്ട് ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് മുമ്പെയുള്ള പ്രാക്ടിക്കൽ എക്സാമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ടൈം ഉണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതെന്ന് പറയുന്നത് 30-ാം തീയതിയാണ്. അപ്പോൾ 30-ാം തീയതി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് 31 ഉണ്ട്, പിന്നെ 1 ഉണ്ട്, പിന്നെ 2 ഉണ്ട്, പിന്നെ 3 ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് 4-ാം തീയതി ഒരു ദിവസം, ഇപ്പം CS-കാർക്കാണെങ്കിലും ഇപ്പം ഹിന്ദി +2 ഹിന്ദിക്കാർക്കായാലും എക്സാം ഉള്ളതുകൊണ്ട് ഈ 2 ദിവസം നമുക്ക് പോട്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആകെ ദിവസങ്ങളുള്ളത് 30, 31, അതേപോലെ തന്നെ 1, 2 ഇത്രയും ദിവസങ്ങൾ ഇത് നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അതായത് നിങ്ങളൊന്ന് പഠിച്ച് സിലബസ് മുഴുവനായിട്ട് തീർന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒട്ടും പഠിക്കാത്തവനാണെങ്കിൽ അത് നിങ്ങളുടെ രീതിയിൽ തന്നെ ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം അതെന്ന് പറയുമ്പോൾ, നിങ്ങൾക്കിപ്പം ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം. ഇപ്പം ഇങ്ങനെ ചാപ്റ്റേഴ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിനായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടതായി. കാരണം നമുക്ക് ഒരുപാട് ടൈമൊന്നുമില്ല ഇനി നമുക്ക് എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. പൊതുവായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ഇത്രയും ചാപ്റ്റേഴ്സൊന്നും എല്ലാവർക്കും, അതായത് നമ്മളിപ്പോൾ ഒട്ടും പഠിക്കാത്തവരായിട്ട് കൂടുതൽ പേരും ഉണ്ടായിരിക്കില്ല. എന്നാലും കുറച്ച് പേരെങ്കിലും പഠിക്കാത്തവരായിട്ടുണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാക്സിമം എഫേർട്ട് എടുത്ത് ഈ സമയങ്ങളിൽ നിങ്ങൾക്കിപ്പോൾ റിവിഷൻ ചെയ്യാൻ സമയമില്ല എങ്കിൽ, അതാണ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കുട്ടി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ റിവിഷൻ ചെയ്യാൻ സമയമില്ലെങ്കിൽ, നിങ്ങൾ ഒട്ടും പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഓരോ ദിവസം നിങ്ങൾ ഒരിക്കലും ഒരു ചാപ്റ്റർ വെച്ച് പഠിക്കരുത്. 2 or 3 ചാപ്റ്റർ, അതിൽ കൂടുതൽ പഠിക്കേണ്ട, 3 ചാപ്റ്റർ മാക്സിമം അത് വെച്ച് നിങ്ങൾ ഓരോ ദിവസം പഠിക്കുക. ഇപ്പോൾ ഈ ഒരു ദിവസം വെച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്, ഇപ്പോൾ ഒട്ടും പഠിക്കാത്തവനാണെങ്കിൽ ജാനുവരി മുതൽ ഫെബ്രുവരി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. 16-ാം തീയതി വരെ, ഫെബ്രുവരി 16-ാം തീയതി വരെ. അതുവരെ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇത്രയും ചാപ്റ്റേഴ്സ് ടൈം ടേബിൾ കോർഡിനേറ്റ് ചെയ്ത് പഠിക്കുക. ഒരു ദിവസം 3 ചാപ്റ്റർ വെച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് തീർന്നിരിക്കും. അതുപോലെ നമുക്ക് 50 ചാപ്റ്റേഴ്സൊക്കെയാണ് ഉള്ളത്. ഓക്കെ, ഇതിൽ കാണിക്കുന്നില്ല 50 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ CS-കാരാണെങ്കിൽ ഒരു ചാപ്റ്റർ കുറയാനോ കൂടാനോ, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, എണ്ണം കുറയാനോ കൂടാനോ സാധ്യത. ഓക്കെ, അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് നമുക്ക് ആകപ്പാടെ ഉള്ളത്. അപ്പം ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട് 50 ചാപ്റ്റേഴ്സ് പഠിക്കാൻ 3 ചാപ്റ്റേഴ്സ് വെച്ച് ഓരോ ദിവസം പഠിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ജാനുവരി 30 ദിവസം ഉണ്ട്, ഫെബ്രുവരി പകുതി വെച്ച് എടുക്കാം. അപ്പോൾ എത്രയാവുമെന്ന് ചോദിച്ചാൽ 45 ദിവസമാണ് പിന്നെ ബാക്കി നമുക്ക് കിട്ടുന്നത്. ആ 45 ദിവസം വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് 50 ചാപ്റ്റേഴ്സ് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഈസിയാണ് നമുക്ക് പഠിക്കാനായിട്ട്. 3 ചാപ്റ്റേഴ്സ് വെച്ച് പഠിക്കുകയാണെങ്കിൽ ഓക്കെയാണ്. നമ്മളൊരു 15 ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. നമ്മളൊരു 50 ചാപ്റ്റർ എടുത്ത് 3 ചാപ്റ്റർ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഓരോ ദിവസം 16 ദിവസത്തിനകം നമുക്ക് പഠിച്ച് തീർക്കാനായിട്ട് കഴിയും. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നീട് ബാക്കി നിങ്ങൾക്ക് ദിവസങ്ങളുണ്ട്. ഇപ്പം ഇതെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി 28 ദിവസമുണ്ട്. ആ സമയം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇംഗ്ലീഷിനും ഹിന്ദിക്കും സമയം കൊടുക്കാം. ഒരാഴ്ചയോ
ഒരാഴ്ച കൊടുത്താൽ തന്നെ ഇംഗ്ലീഷ് ഹിന്ദി ഓക്കെയാണ്, സെറ്റാണ്. പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഹിന്ദിയും പഠിച്ചതിന് ശേഷം പിന്നെ റിവിഷൻ എടുക്കുക. ഓക്കെ, പിന്നെ ഒരു 7 ദിവസം പോയി നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം 7 ദിവസം പോയി 21 ദിവസം ബാക്കിയുണ്ടാവും. അത് വെച്ച് റിവിഷൻ എടുക്കുക. അപ്പോൾ സെറ്റായില്ലേ? അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ലാബ് എന്തിന് ഇടയ്ക്ക് വരുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അപ്പം എനിക്കതിന് പറയാനുള്ളത് എല്ലാം നിങ്ങളുടെ ഒരു സിറ്റുവേഷനാണ്, നിങ്ങൾ അതിനനുസരിച്ച് മാറേണ്ടതായിട്ടുണ്ട്. അപ്പം എല്ലാം നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, കാരണം ഓരോ ആൾക്കാർ ഓരോ രീതിയിലാണ് പഠിച്ചിരിക്കുക. അപ്പം നിങ്ങൾ ഇത്രയും ദിവസം പഠിച്ചിട്ടില്ലെങ്കിൽ അത്രയും ഫോക്കസ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും തിയറിക്ക്. അപ്പം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ നോക്കാൻ പറ്റിയില്ലെന്ന് വരാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ പഠിക്കുന്ന ഇടയ്ക്കെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കാതിരിക്കരുത്, കാരണം അത്രയും പഠിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങനെയെങ്കിലും നോക്കുക കേട്ടോ. അതാണ് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത്. പിന്നെ പ്രാക്ടിക്കൽ എക്സാം ആകുമ്പോൾ ഒരാഴ്ച വിട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ച് ദിവസം റിവിഷൻ ടേസ്റ്റ് കുറയുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ചെറിയ വീഡിയോ. നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഉള്ളവർക്ക് ഇത് ക്ലിയർ ആവാനാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെ കൂടി ഒന്ന് പറഞ്ഞു തരാനായിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം 95%, 99% അങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റുമെന്നാണ്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് പറയാനുള്ളത്, ഇപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞ സാഹചര്യത്തിലുള്ള കുട്ടികളുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ 95 അല്ലെങ്കിൽ 99% മാർക്ക് വാങ്ങാമെന്ന് പറയുന്നത് അത്ര വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. കുറച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വകയായിട്ട് എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും നിങ്ങളുടെ എഫേർട്ട് എടുക്കണം. എഫേർട്ട് ഇട്ടാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ എഫേർട്ട് ഇടണം എന്നുള്ളൊരു സമയം മാത്രം. അപ്പോൾ അതിന് അതിൻ്റേതായൊരു എഫേർട്ട് ഉണ്ട്, അതിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ, അത് മനസ്സിലാക്കുക. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ 95, 99% അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം അതിന് വേണ്ടിയിട്ടൊരു എഫേർട്ട് നിങ്ങൾ എന്തായാലും ഇടണം. അത് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് അത് അങ്ങനെ ആയതുകൊണ്ടാണ്. സോ ഇത്രയും സമയത്തിനകം അത് ഇത്രയും വാങ്ങുക പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും പറഞ്ഞതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ റിവിഷൻ ടൈമിൽ റിവിഷൻ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ ഇത്രയും കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലില്ല. കാരണം നിങ്ങൾക്ക് അറിയാം ഇപ്പോഴത്തെ ഒരു ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാംസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവിഷൻ ഡേയ്സ് ഞാൻ പറഞ്ഞല്ലോ ബാക്കി എത്ര കിട്ടുമെന്ന്, അത് നിങ്ങളുടെ രീതിയിൽ എങ്ങനെ തിരിക്കാം, അതായത് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പഠിച്ചത് അതിൻ്റെ രീതിയിൽ എങ്ങനെ തിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. അപ്പം അത് നോക്കാം, സ്കിപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് നോക്കുക ഈ വീഡിയോ തന്നെ. അപ്പം ആ രീതി മനസ്സിലാക്കുക. അപ്പോൾ എത്ര ദിവസം ഉണ്ടെന്ന് അത് വെച്ച് നിങ്ങളൊന്ന് കൂട്ടി വെക്കുക. എന്നിട്ട് അതിൻ്റെ 50% നിങ്ങൾ റിവിഷൻ കൊടുക്കുക. ഇപ്പോൾ 50% തന്നെ അങ്ങനെ എല്ലാവർക്കും 50% തന്നെ വേണമെന്നില്ല. അത്രയും ദിവസം ഇപ്പോൾ ഒരു 10 ദിവസം എടുത്താൽ ബാക്കി നിങ്ങൾക്ക് നോക്കി സ്വത്ത് ഒരു 5 ദിവസമോ അല്ലെങ്കിൽ 10 ദിവസമോ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി റിവിഷൻ ഡേയ്സിൽ അതിൽ നിങ്ങൾക്ക് 5 ദിവസവും റിവിഷന് വേണ്ടി മതി എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ചിലപ്പോൾ 6 ദിവസമാവാം 7 ദിവസമാവാം. എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷന് കൂടുതൽ ടൈം കൊടുക്കുക. കാരണം റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റിവിഷൻ ഒട്ടും ചെയ്യാൻ സമയമെന്ന് വന്നിരുന്നതിന് ഒന്നും നടക്കത്തില്ല. അപ്പോൾ റിവിഷൻ എന്തായാലും ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്തെന്ന് വെച്ചാൽ ബാക്കി കിട്ടുന്ന ഇപ്പം 3-4 ദിവസം ഒരു ആൾമോസ്റ്റ് എല്ലാ വിഷയവും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു 5 ദിവസം നമുക്ക് ഏകദേശം വേണം. ഇപ്പോൾ നിങ്ങളുടെ കൈയുടെ അതായത് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന സ്പീഡ് അനുസരിച്ചും നിങ്ങളുടെ കയ്യിലുള്ള സോഴ്സ് അനുസരിച്ചും ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് എത്ര ദിവസം എടുക്കുമെന്ന്. അപ്പോൾ ഓരോ സബ്ജക്റ്റും നിങ്ങൾക്കറിയാം, മൊത്തം നമ്മളിപ്പോൾ സയൻസ് നിങ്ങൾ കോർ സബ്ജക്റ്റ് ആണെങ്കിൽ 4 സബ്ജക്റ്റ് ഉണ്ട്, അതിൽ 4 സബ്ജക്റ്റ് ഉണ്ട്, അതിൽ 50 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും നോക്കണം. അപ്പോൾ ഒരു 4 ദിവസം നമ്മൾ ഒരു ചാപ്റ്റർ ഇത്ര മണിക്കൂർ എന്ന് പറഞ്ഞെടുത്താലും 4 ദിവസം 5 ദിവസമൊക്കെ വേണം. പക്ഷെ ഇപ്പോൾ റിവിഷന് കൂടുതൽ സമയം നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് 4 ദിവസം എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്റേഴ്സ് എടുത്ത് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഒട്ടും സമയമില്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും പെർസെൻറ്റേജിലേക്ക് നമുക്ക് എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയം അത് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് കുറച്ചധികം സമയം നിങ്ങൾ കൊടുക്കണം. എന്നിട്ട് നിങ്ങളൊരു 4-5 ദിവസം എടുത്തിട്ട് നിങ്ങൾ എന്തെന്ന് വെച്ചാൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. അപ്പോൾ സോൾവ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ കാര്യമൊക്കെ എടുത്ത് തന്നെയാണ്. ഞാൻ സാധാരണ ക്വസ്റ്റ്യൻ ബാങ്ക്സ് യൂസ് ചെയ്യാറില്ല, പകരം ഞാൻ ഈ എക്സാമിനൽ പറയുന്ന ക്വസ്റ്റ്യൻസാണ് ചെയ്ത് നോക്കാറുള്ളത്. അതാണ് എൻ്റെ സോൾസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിരിക്കും, അതനുസരിച്ച് അത് നോക്കാം. HS ലൈവിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ വീഡിയോസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എടുക്കാതെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ സോഴ്സ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഒരു പെർസെൻറ്റേജിലേക്ക് എത്താനായിട്ട് കഴിയുക എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ അൾട്ടിമേറ്റ് സ്റ്റഡി പ്ലാനിലെ ഡൗട്ട്സ് ഉണ്ടായിരുന്ന ആൾക്കാർക്കുള്ള ഒരു ചെറിയൊരു മാറ്റം വേണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മാറ്റം ഞാൻ വിചാരിച്ചില്ല വേണമെന്ന്, കാരണം ഇത് കൂടുതൽ ആൾക്കാർക്കും കുഴപ്പമില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ കമൻസ് വന്നപ്പോഴാണ് മനസ്സിലായത് കൂടുതൽ ആൾക്കാർക്കും ഇങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ട് എന്ന് മനസ്സിലായത്. അപ്പോൾ ഈ വീഡിയോയും കൂടി ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. വേറെ ആരെങ്കിലും ഫ്രണ്ട്സ് എന്തെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് എങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. കാരണം നമുക്കിപ്പോൾ സ്ട്രെങ്ത് ഒരുപാട് കുറവാണ്. സോ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.